എന്റെ കരിപ്പൻ. രചന ഫർസാന ഫർസു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ആഷിക ആ കാന്താരിസ് വന്നോ? ഡാ ഞാൻ പറഞ്ഞ കാന്താരി. അയാൾ എന്നെ നോക്കി മുഖം തിരിച്ചു. ഞാൻ അയാളെ നോക്കി. സർ ഇയാളെന്താ ഇവിടെ? ഇയാൾക്ക് എന്നോട് ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലേ? എന്ത് നോക്കിക്കുക? കേറുന്നില്ലേ? ആ ദാ വരുന്നു. ഞാൻ വീണ്ടും നോക്കി. പക്ഷെ സാർ എന്നെ നോക്കുന്ന പോലും ഇല്ല. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയിരുന്നു. നാളെ ഡ്രസ്സ് എടുക്കാൻ പോണം. ശരിയാ, നമുക്ക് മാത്രമേ എടുക്കാത്തുള്ളൂ. നാളെ രാവിലെ പോവാം, കാക്ക കൂടെ വരും. ഡി നമുക്ക് ബഫ് ചെയ്താലോ കല്യാണത്തിന്? എൻ്റെ പൊന്നു റീനും എൻ്റെ ബാപ്പയുടെ ഇല്ല, പക്ഷെ നിന്റെ ഉപ്പാനെ നിനക്ക് അറിയാലോ. പിന്നെ അറിയാം. നിങ്ങൾ ആരും ചെയ്യണ്ട, ഞാൻ ബഫും ചെയ്യും മേക്കപ്പ് ഇടും. എന്തിന്? അവർ രണ്ടുപേരും ചിരിച്ചോണ്ടിരുന്നു. എന്താടി ഇളിക്കുന്നേ? ഇജ്ജൊക്കെ എന്തിനാ ഇടുന്നേ? ഞങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു. എന്താ ഞാനിട്ട ചെക്കന്മാർ നോക്കൂലേ? അല്ലെങ്കിലേ നോക്കുന്നുണ്ട്. അയ്യോ മോളൂസെ, നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇജ്ജ് ബുക്കിടല്ലേ? ഓ അതിപ്പോ എന്തിനാ പറയുന്നേ? ആ ചെക്കനെ അതുവരെ കണ്ടിട്ടില്ല. അയ്യടി ദേഷ്യപ്പെടല്ലേ, പോടി. അല്ല എന്ത് ഡ്രസ് എടുക്കുന്നേ? ഒരേപോലെയുള്ളതാണോ? അതിപ്പോ മോഡലല്ലോടി, നമുക്ക് നോക്കാം. ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചോണ്ടിരുന്നു. ഡാ അതവിടെ വെക്ക്. അഫ്സലെ ഡാ കൊണ്ടുപോവാ. പുറത്തുനിന്നുള്ള സംസാരം കേട്ട് ഞാൻ ചോദിച്ചു, അവിടെ എന്താനു? അവിടെ എന്തോ പണി നടക്കുക. അഫ്സലാക്കിയും ഷംസീറാക്കിയും കൂടി ഉണ്ട്. അവർ കാക്കാന്റെ കട്ടച്ചങ്ക. അവരാണ് കല്യാണം ഫുൾ അറേഞ്ച് ചെയ്യുന്നത്. ഓഹോ അത് പിന്നെ അലറിഞ്ഞു. നിന്റെ ആ സാറിന്റെ വർത്താനം ഇതൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് പറയാൻ, സാറ് ഇപ്പൊ എന്റെ മൂക്കിൻ മുമ്പിലുണ്ട്. എന്റെ പൊന്നു മക്കളെ, ആഷിക്കാന്റെ ഫ്രണ്ടില്ലേ അഫ്സല്, മൂപ്പരാ നമ്മളെ സാറ്. ശരിക്കും? അല്ലോ അഫ്സലാക്കിയാണോ നീ പറഞ്ഞ കരിപ്പൻ? ഇത് നല്ല കഥ. നീ പറഞ്ഞ പോലെ അത്ര കരിപ്പനൊന്നല്ല, ഒരു പാവ. ഞങ്ങൾക്ക് നല്ല സഹായ. ഓലെ വീടോടെ അടുത്താ. നിന്നോട് തറവാട്ടിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾ നിനക്കറിയൂ. പിന്നെ എന്തൊക്കെ നടന്നു? പിന്നെ ഞാൻ വ്യക്തമായി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. കാക്കെപ്പോഴും പറയാറുണ്ട് അഫ്സലിക്കാനെ കുറിച്ച്, ദേഷ്യം വന്നാ പിടിച്ചാ കിട്ടില്ല എന്ന്. ആ ദേഷ്യം ഞാൻ കണ്ടു. എന്റെ പൊന്നോ. മതി മക്കളെ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടക്കുക. അങ്ങനെ ശാലു കിടന്നു, കൂടെ ഞങ്ങളും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നീ പോണ്ടേ? നീ കാക്കയോട് ചോദിക്ക്. ആഷിക്കൊക്കെ വരുമോ? തിരക്കില്ലായിരിക്കുമല്ലോ. കല്യാണ ചെക്കനല്ലേ, എന്തായാലും ചോദിക്കാം. കാക്ക എന്നറിന് മൂന്നാളും കൂടി. ഞങ്ങൾ ഡ്രസ്സ് എടുത്തില്ല, ഒപ്പം എടുക്കാന്ന് കരുതി. ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമോ? എനിക്ക് തീരെ ഒഴിവില്ലല്ലോടാ. അഫ്സലെ നീ ഫ്രീ ആണോടാ? ആ എന്താടാ? ഇവരൊന്ന് ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോവോ? അയാളുടെ മുഖത്ത് ഫുൾ പുച്ഛമായിരുന്നു. അഫ്സൽ ഉയ്, ഇനി ഞാൻ കഥ പറയട്ടെ. റിയ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ആരെന്നല്ലേ റിയയുടെ കൽപ്പൻ സാറ് എന്നെ കുറിച്ച് പറയാം. ഞാൻ അഫ്സൽ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ആഷിക്കിന്റെ അടുത്താണ് വീട്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഫ്രണ്ട്സാണ്. കുറച്ചു കാലം ഞാനും ഫാമിലി വിദേശത്തായിരുന്നു. ഇപ്പൊ നാട്ടിൽ സെറ്റിലായി. ഉമ്മ ഗൾഫിൽ ബിസിനസ്സാണ്. ഉമ്മ നല്ല കുക്കാണ്. പിന്നെ അനിയത്തി അഫീദ, ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഇനി ഞാൻ കഥ പറയാം. ഹലോ എന്താടാ, മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂലേ? നീ ഒന്ന് വാങ്ങാടിക്ക്, ഒരു അർജന്റ്. അക്മൽ വിളിച്ചു പറഞ്ഞു. എന്താ അർജന്റ്? ഞാൻ ഉറങ്ങട്ടടാ, ഞാൻ നാളെയല്ലേ ഇവിടെ ഉള്ളൂ. അഫ്സു നല്ല കുട്ടിയല്ലേടാ, ഒന്ന് വാ. എന്തിനാടാ? നിന്റെ സോപ്പൊന്നും ഇങ്ങോട്ട് പതയൂല. നീ വരുന്നുണ്ടോ? ഞാൻ വീട്ടിലേക്ക് വരണോ? വേണ്ട, ഞാൻ വരാൻ്റെ അക്മലേ. ഞാൻ എണീറ്റു. ഈ പന്നി എന്തിനാണ് അവനെ വിളിക്കുന്നത്? എന്തെങ്കിലും പണിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഇന്നും കൂടി മനസ്സമാനായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. മറ്റന്നാൾ സ്കൂളിൽ ജോയിൻ ചെയ്യണം. വീട്ടിലേക്ക് അക്മലിനോട് വരണ്ടെന്ന് പറഞ്ഞ് ഉമ്മാക്ക് അവനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ വന്നവൻ പുകിലായിരിക്കും. നീ എവിടെയാടാ പോത്തെ? അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനിവിടെ ഉണ്ട്, എന്നോട് വരാൻ പറഞ്ഞേ? ഉറക്കം കളഞ്ഞ മനുഷ്യൻ്റെ. എടാ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? ഓ നിന്റെ ഒരു അളിയാൻ മതി. ഡാ ഷാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാനെന്തിനാണ് നിങ്ങൾ ഓവേഴ്സിൻ്റെ ഇടയിൽ? പൊന്നളിയ നീ ഒന്ന് ചൂടാവാണ്ടിരിക്കുക. ഷാനയുടെ ആങ്ങളമാരെന്ന് എനിക്കറിയില്ലേ? നിനക്ക് കിട്ടിയതിനതല്ലേ? കിട്ടി നീ കാരണം. അറിയടാ. നീ അപ്പം എനിക്ക് ആവലായി വാ. ഞാനെന്താ നിന്റെ ബോഡി ഗാർഡോ? ഡാ നീ കാരാട്ടയൊക്കെ പഠിച്ചല്ലേ? അതിന് എൻ്റെ പൊന്നെ വരാൻ പറ്റുമെങ്കിൽ വാ. കുറേ നേരം പോസ്റ്റ് ആക്കരുത്. ഇല്ലടാ. പിന്നെ ബീച്ചിലേക്ക് പോയി. ആദ്യത്തിൻ്റെ അവളെ കൂട്ടി മറ്റൊരു സ്ഥലത്ത് പോയിരുന്നു. സത്യം പറഞ്ഞാൽ കട്ട പോസ്റ്റ് എന്ന് പറയാം. തിരമാല നോക്കിയിരിപ്പായി ഞാൻ. അപ്പോഴാണ് എൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി തിരമാലകളിൽ കളിക്കുന്നത് കണ്ടത്. കുസൃതി നിറഞ്ഞ മുഖം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. അവളുടെ ഉണ്ട കണ്ണ്, ഒരു രക്ഷയില്ല. ഞാൻ അവളെ തന്നെ നോക്കി. കടൽക്കാറ്റിൽ അവളുടെ മുടി പാറി കളിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയോടും തോന്നാത്തൊരടുപ്പം തോന്നി. ഡാ പോലെ അക്മൽ വിളിച്ചു. അത് കഴിഞ്ഞോ? നീയുടെ പോസ്റ്റല്ലേ? അതും കരുതിയാണോ? എനിക്ക് കുഴപ്പമില്ലടാ. നീ അങ്ങനെ പറയാറില്ലല്ലോ. എന്തോ മണക്കുന്നുണ്ട്. സത്യം പറ, എന്താടാ? എന്ത്? അല്ല എന്താ നിൽക്കണ്ട, പോവാ. ഡാ ഒരു പെൺകുട്ടിയെ ആ മനസ്സിലായി. ലഡു വെട്ടിയില്ലേ? എന്നിട്ട് എവിടെ കക്ഷി? കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നടാ. ആ ആളവിടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. ഡാ എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം. എനിക്ക് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നതല്ലേ. പക്ഷെ ഈ ബീച്ചിൽ ഏതൊക്കെ ജില്ലയിൽ നിന്നുള്ള ആളുകൾ വരും? എങ്ങനെ നോക്കട്ടെ.
ഞങ്ങൾ ഹൈലൈറ്റ് മാൾ നോക്കി, കുറേ സ്ഥലത്ത് നോക്കി, പക്ഷെ കണ്ടില്ല. പിറ്റേന്ന് ഞാൻ ബീച്ചിൽ പോയി, കണ്ടില്ല. എന്റെ കാര്യമായതുകൊണ്ട് എല്ലാവരും ഇറങ്ങി തപ്പി. എനിക്ക് പോകാൻ തോന്നില്ല. അവളുടെ ചിന്ത മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അവൾ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് പതുങ്ങിയിരുന്നു. മലപ്പുറത്തെത്തി. മലപ്പുറത്ത് ഉപ്പ എനിക്കൊരു വീട് അറേഞ്ച് ചെയ്തിരുന്നു. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ചെറിയ വീട്. അവിടുന്ന് കുറച്ച് പോയാൽ മതി സ്കൂളിലേക്ക്. ഇടക്ക് അക്മലിനെയും ഷംസീറിനെയും ഞാൻ വിളിക്കാറുണ്ട് അവളെ കുറിച്ച് അന്വേഷിക്കാൻ. പിറ്റേന്ന് ക്ലാസ്സിലെത്തി. ഒരുവിധം നല്ല ചിട്ടയുള്ള ക്ലാസ്. ഞാൻ അവരോട് എന്നെ പരിചയപ്പെടുത്തി. അപ്പോഴതാ ഒരാൾ. മേ കമിൻ സർ? അത് അവളായിരുന്നു, ആ ഉണ്ടക്കണ്ണി. ഞാൻ അന്വേഷിച്ച എൻ്റെ പെണ്ണ്. മനസ്സിൽ 1000 ലഡു പൊട്ടി. ഒരു നിമിഷം സ്തംഭിച്ചെന്നെങ്കിലും എനിക്ക് സാറെന്ന ബോധം തിരിച്ചു വന്നു. പിന്നെ ഗൗരവത്തിൽ സംസാരിച്ചു. പക്ഷെ അവൾക്ക് എന്നെ പിടിച്ചില്ലെന്നത് ആ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ പരമാവധി അവളെ വെറുപ്പിക്കാൻ നോക്കി. അവളുടെ കുസൃതി നിറഞ്ഞ മുഖം ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ഒരു ദിവസം ആഷിഖ് എൻ്റെ വീട്ടിൽ വന്നു കല്യാണം വിളിക്കാൻ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അവളെ കുറിച്ച്. എന്നിട്ട് അവളുടെ പേരെന്താടാ? റിയാസൈൻ. അവളെയാണോ നീ? എന്തേ, നിനക്കറിയോ? എടാ, എൻ്റെ അമ്മാവിൻ്റെ മോളാ. ഡാ, തന്നെയാണോ? ഫോട്ടോ കാണിച്ചു. ശരിയാണ്, അവൾ തന്നെ. ഡാ, എനിക്ക് ഇഷ്ടാവളെ. എന്താ, ഞാനത് അവളോട് പറയണോ? ഏയ് വേണ്ട, അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നെ വിലയില്ല. പിന്നെ ഇതും കൂടി. അവളൊരു കാന്താരിയാ കൂട്ടത്തില്. പിന്നീട് അവളോട് എന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്കറിയാം അവൾ പറയുന്നത്. എന്നാലും ഒരു ദിവസം അവൾ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല. ആള് മൂഡ് ഓഫ് ആയിരുന്നു. അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അവൾ പഴയ പോലെയായി, ആ കുസൃതി തരം. പക്ഷെ ഒരു ദിവസം അവൾക്കുള്ളൊരു സ്ട്രോങ് പ്രോബ്ലം ഞാൻ ബോർഡിൽ എഴുതി. അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതാ കാന്താരി കണ്ടുപിടിച്ചു. എനിക്ക് വല്ലാതെ ചമ്മലായി. ആളുടെ മുമ്പിൽ ഞാൻ കൊച്ചായെന്നൊരു തോന്നൽ. പിന്നെ അവളെ കണ്ണിറുക്കിയും കൂടി കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ദേഷ്യവും സങ്കടവും വന്നു. പിന്നെ ക്ലാസ് കേൾക്കാൻ തോന്നിയില്ല. സ്റ്റാഫ് റൂമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്തൊക്കെയോ മനസ്സിൽ അവളുടെ മുമ്പിൽ കൊച്ചായ പോലെ. അവളെന്തിനാ കണ്ണിറുക്കിയത്? എനിക്കൊന്നും അറിയില്ലെന്ന് കരുതിയോ? അപ്പോഴാണ് പ്രിൻസിപ്പാൾ അങ്ങോട്ട് വന്ന്, അഫ്സൽ സർ, നിങ്ങൾ ഫ്രീ അല്ലേ? ആ C2B1 പോകും. ഭയങ്കര ബഹളം. ഒന്ന് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കൂല. ഇനി ഞാനെങ്ങനെ അവളെ ഫേസ് ചെയ്യും? ഞാൻ ക്ലാസ്സിൽ പോയത് ആർക്കും ഇഷ്ടമായിട്ടില്ല. എന്നെ മൈൻഡ് ചെയ്ത് സംസാരിക്കുകയാണ് കൂട്ടത്തിൽ അവളും. പിന്നെ ഞാൻ അലറി. അതോടെ ക്ലാസ് നിശബ്ദമായി. പക്ഷേ ഞാൻ ഒട്ടും കരുതിയില്ല അവൾ അങ്ങനെ പറയുമെന്ന്. അതെനിക്ക് ഒട്ടും പിടിച്ചില്ല. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനന്ന് ഉറങ്ങിയിട്ടില്ല. എനിക്കറിയാം ആഷിഖിൻ്റെ കല്യാണത്തിന് അവൾ ഉണ്ടാവുമെന്ന്. അന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് വലിയ ഷോക്കൊന്നും ഉണ്ടായില്ല. അവളുടെ മനഃപൂർവ്വമാണ്. അപ്പോൾ അവളുടെ മുഖം തിരിഞ്ഞപ്പോൾ ഞാൻ നോക്കാതിരുന്നു. അവളുടെ ഭാവം കാരണമായിരുന്നു. ഹലോ അഫ്സലിക്ക, നിങ്ങളിത് ഏത് ലോകത്താ? അനു, നമ്മുടെ കൂടെ ഒരു മൊഞ്ചതി കുട്ടി ഉണ്ടായിരുന്നു. ഓളെന്നെ നോക്കുന്നുണ്ട്. നമ്മൾ വിട്ടെടുക്കോ? കേറിക്കോളി. ഇത്തിരി ഗൗരവമുണ്ടായിരുന്നു എൻ്റെ ശബ്ദത്തിൽ. കാറിൽ അവൾ കലവിലെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടി ഒന്നും മിണ്ടാ വിദൂരത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അല്ല റീനു, നീ എന്താ സംസാരിക്കാതെ? നിന്റെ സാറുള്ളതുകൊണ്ടാണോ? അല്ല അഫ്സലിക്ക, നിങ്ങളെ സ്റ്റുഡൻറ്റിനോട് നിങ്ങളൊന്നും മിണ്ടുന്നില്ലേ? എന്ത് പറ്റി? എൻ്റെ അനു ഓൾക്കിനോട് ഭയങ്കര ദേഷ്യ. ആർക്ക്? എനിക്കോ? ആൾ എൻ്റെ നേർക്ക് വന്നു. ആ, നിനക്ക് തന്നെ. ഞാനും വിട്ടുകൊടുത്തില്ല. പിന്നെ അവിടെ ഒരു 1.5 വഴക്ക് നടന്നു. ഒന്ന് മിണ്ടാണ്ടിരിക്കാം, നമുക്ക് ജ്യൂസ് കുടിക്കാം, ഇവിടെ നിർത്തിക്കോ അനു പറഞ്ഞു. ഇറങ്ങിക്കോ. ആരും ഇറങ്ങി. കാക്കിയില്ലേ? ഇല്ല, നിങ്ങൾ പോയി കുടിക്കുക. പിന്നെ തണുപ്പ് കുടിക്കുന്നത് നല്ലതാ, ചിലരുടെ ചൂട് മാറുമല്ലോ. ആൾ എന്നെ രൂക്ഷമായി നോക്കി. പൊടി, ഞാൻ നിന്റെ നാട്ടത്തിൽ വീഴുന്നോ? ഞാൻ മനസ്സിൽ പറഞ്ഞ് അവൾ പോകുന്നത് നോക്കി നിന്നു. ജ്യൂസ് കുടിച്ച് വെപ്രാളത്തോടെ അവർ എൻ്റെ അടുത്തേക്ക് വന്നു. 3 പേരുടെയും മുഖം വല്ലാതെ വാടിയിരുന്നു. എന്തുപറ്റി 3 പേർക്കും? പോയ സന്തോഷമല്ലല്ലോ മുഖത്ത്. നിങ്ങൾ വേഗം വണ്ടി ഇടിക്കുകയും അനു പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ ഞങ്ങൾ ഷോപ്പിലെത്തി. അവർക്കെന്തോ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ആ ഒരു ഡ്രസ്സ് എടുക്കാൻ തിരക്കിലായിരുന്നു. ഇടയ്ക്കിടെ ഞാൻ എൻ്റെ മൊഞ്ചെത്തിയെ നോക്കി. അവൾ സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഇടയ്ക്കാനും ഓരോ ഡ്രസ്സ് കാണിച്ച് ഭംഗിയുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ തലയാട്ടി. പിന്നെ മൊബൈൽ നോക്കിയിരുന്നു. അവൾ ഏതോ ഡ്രസ്സ് എടുത്ത് ചേഞ്ച് ചെയ്യാൻ പോയി. അപ്പോഴാണ് ഷംസീർ വിളിച്ചത്. അവൻ കല്യാണത്തിൻ്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്. മുന്നോട്ട് നടന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ മറുവശത്ത് കൂടി വന്ന അവളെ ഞാൻ കണ്ടില്ല. അവള് വീഴാൻ നിന്നപ്പോഴേക്കും ഞാൻ അവളുടെ അരയ്ക്ക് ചുറ്റും പിടിച്ചു. അവളുടെ കൈകളെൻ്റെ തോളത്തും. പിന്നെ അങ്ങനെ തന്നെ നിന്നു. 2 കണ്ണുകളും കോർത്തു. അവളുടെ മുടിയഴകൾ പാറി പറന്നുകൊണ്ടിരുന്നു. കരിമഷിയിൽ പൊതിഞ്ഞ കണ്ണുകൾ എന്നോട് എന്തൊക്കെയോ പറയുന്നു. സത്യം പറഞ്ഞാൽ അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ ലയിച്ചിരുന്നു. പെട്ടെന്ന് അവൾ കുതറി. ഞാൻ മെല്ലെ പിടിവിട്ടു. അവൾ ദേഷ്യത്തിൽ എന്തോ പറയാൻ നിന്ന് ഞാൻ ചോദിച്ചു, നീ നിനക്ക് കണ്ണില്ലേ? ഞാനാണോ? നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ഞാൻ തട്ടിയതാ. ഞാൻ ഫോൺ വിളിച്ചു, അത് ശരി. നിനക്ക് കണ്ണില്ലേ? നീ ആരുമായി നോക്കി നടന്ന്? ദേ, സാറാ നീതി ഒന്നും പറയുന്ന എഴുതിയോ? ബഹുമാനം തന്നു നീതി തലി കയറുന്നോ? നിന്നോട് ആരടി ബഹുമാനം തരാൻ പറഞ്ഞ്? പറയുന്ന കേട്ടാ തോന്നും കുറെ തന്നു മറിച്ചു. ഇയാളോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ. പിന്നെ അവൾ പോയി. ഞാൻ ചുറ്റും നോക്കി. ഭാഗ്യത്തിന് ആരുമില്ലായിരുന്നു.
പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്തില്ലെന്ന് ഉദ്ദേശിച്ചത് പോയില്ലെന്നാണ്. എൻ്റെ 2 കണ്ണുകളും അവിടെ തന്നെയായിരുന്നു. ഇപ്പം എൻ്റെ മൊഞ്ചത്തിക്കുട്ടി ഒറ്റക്കാണ്. അങ്ങോട്ട് പോയാലോ? വേണ്ട, ജാടയായിരിക്കും. അപ്പോഴാണ് 2 ചെക്കന്മാർ വന്ന് എന്തൊക്കെയോ അവളോട് സംസാരിക്കുന്നുണ്ട്. അവളവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ പ്രശ്നം റിയ? സർ ഇവര്... നീ എന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു. അത് ചോദിക്കാൻ താനാരടാ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ ഇവള്. കൊള്ളാലോടാ നിന്റെ പെണ്ണ്, കേടോ ആറ്റം ചെരക. അവൻ വഷളം ചിരിയോടെ പറഞ്ഞു. പിന്നെയും നോക്കിയില്ല. ആ 2 പേരും ഒരു മൂല കിടക്കുന്നു. ഞാൻ കരാട്ടെ ഓടിച്ചവനാ. ഇത് കണ്ട് അവളെന്നെ കെട്ടിപ്പിടിക്കും. പാവം പേടിച്ചിരിക്കുകയാണെന്ന് ഞാൻ കരുതി. പക്ഷേ താനെപ്പോഴെന്നെ കെട്ടാൻ പോകുന്നേ? തന്നെ മനസ്സിലിപ്പോൾ അതായിരുന്നു അല്ലേ? എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല. എനിക്ക് നിന്നെ കെട്ടാനുള്ള ബൂതിയുണ്ടെന്നല്ല ഞാൻ അമ്മമാരോട് അങ്ങനെ പറഞ്ഞ്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് പറഞ്ഞിട്ട് കൂടി നിന്നെ കുറിച്ച് പറഞ്ഞ് നീ കേട്ടില്ലേ? അല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെക്കന്മാരോട് കൊഞ്ചി സംസാരിക്കുമ്പോൾ നോക്കണം. ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. എനിക്കറിയാം അവളോട് പറഞ്ഞ് കൂടിപ്പോയെന്ന്. വേണ്ടായിരുന്നു. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ ഒന്നും നോക്കില്ല. അങ്ങനെ ഡ്രസ്സ് എടുത്ത് അവർ കാറിൽ കയറി. ഞാൻ ഇടയ്ക്ക് അവളെ നോക്കി. അവൾ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കാക്ക, ഇന്ന് റിയോട് സംസാരിച്ച് ചെക്കന്മാർ ജ്യൂസ് കുടിക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു. അവിടുന്ന് ഓരോ കമന്റ് അടിയായിരുന്നു. അതാണ് ഞങ്ങൾ വേഗം പോന്ന്. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അത് ആഷിഖിനോട് പറയാൻ കരുതി. ശരി, അത് കഴിഞ്ഞില്ലേ? വിട്, നമുക്ക് ഫുഡ് കഴിക്കാം. വീട്ടിൽ നിന്ന് പോരെ? ഇപ്പൊ തന്നെ എത്രയായി സമയം? പിന്നെ ഫുഡ് കഴിച്ച് ഞാൻ കാറിലിരുന്നു. അവൾ ഫോട്ടോ എടുക്കുകയായിരുന്നു. അവളെന്നെ ഡായെന്ന് വിളിച്ചു. ദേഷ്യമില്ല കേട്ടോ, സങ്കടമായിരുന്നു. ഒരു സാറിനൊക്കെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? കാറിൻ്റെ അടുത്തേക്ക് അവൾ വന്നു. സോറി സർ, അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞ അവരുടെ സാറെങ്ങനെ പറഞ്ഞപ്പോ സാറും... അത് കരുതി നീ എന്നെ ഡായെന്നൊക്കെ വിളിക്കണോ? ഞാൻ നിന്റെ സാറല്ലേ? നിന്റെ ഒരു സോറി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്താ ഇങ്ങനെയെന്നല്ലേ. സത്യത്തിൽ അതൊന്നുമല്ല പറയാൻ കരുതിയത്. പക്ഷെ അവളെ കാണുമ്പോൾ ഉടക്കാൻ തോന്നും. ആളുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു കൊടുത്തിരുന്നു. വീട്ടിലെത്തും വരെ ആളൊന്നും മിണ്ടിയില്ല. വീട്ടിലാക്കി ഞാൻ പോയി. റിയ: അല്ല, നിങ്ങൾ എന്നെ പറഞ്ഞോ? ഞാൻ പറഞ്ഞോളാം കഥ. ഞാനല്ലേ തുടങ്ങിയത്. ഫുള്ളാക്കാൻ എനിക്കറിയാം. അയാൾ വീട്ടിൽ കൊണ്ടുവിട്ട് പോയി. ആഹാ, ഡ്രസ്സ് എടുത്ത് വന്നോ? എന്തൊക്കെ എടുത്ത്? പിന്നെ എല്ലാവർക്കും ഡ്രസ്സ് കാണിച്ചു കൊടുത്തു. ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ സോറി പറഞ്ഞപ്പോൾ അയാൾക്ക് പുച്ഛം. എനിക്കെന്തോ ദേഷ്യം തോന്നി. കല്യാണത്തിരക്ക് കൂടി. വിരുന്നുകാർ വരാൻ തുടങ്ങി. മലപ്പുറത്തു നിന്ന് വന്നവർക്ക് സൗകര്യം ഒരുക്കിയിരുന്നു. ഇവിടെ രാത്രി കല്യാണമാണ്. ഇടയ്ക്ക് സാറിനെ കണ്ടെങ്കിലും ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കല്യാണത്തിനന്ന് പകൽ മണവാട്ടിയുടെ വീട്ടിൽ പോവാൻ എല്ലാവരും ഒരുങ്ങി. കല്യാണ ചെക്കൻ വന്യ ഒരുക്കമാണ്. ഇടയ്ക്ക് ഞങ്ങളെ ഇട്ട് ആക്കുന്നുണ്ട്. സാറിനെ നോക്കുന്നുണ്ട്. ബസ്സിപ്പോൾ വരും. ബസ്സിലാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ പോകുന്നത്. അതിൻ്റെ ഹരത്തിലാണ് ഞങ്ങൾ. നമുക്ക് പൊളിക്കണം. അത്യാവശ്യം ദൂരമുണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അതായിരുന്നു ഞങ്ങളുടെ ഹരം. അല്ലെങ്കിലും യാത്രേൻ്റെ വീക്ക്നെസ്സാ. റിനു, എന്താ ഇത്താ? നീ ആഷിഖിൻ്റെ റൂമിൽ പോയി ഒരു പൊതി എടുത്തുകൊണ്ട് വരുമോ? എന്ത് പൊതി? ഒരു വെള്ളപ്പൊതി. അതെടുക്കാൻ മറന്നു. അലമാരയുടെ മുകളിലുണ്ടാവും. അവിടെ തന്നെയാണോ? നീ എന്തായാലും നോക്ക്. ബസ്സിൽ സീറ്റ് പോവും. അനുവിനെയും ഷാലിനെയും കാണാനില്ലല്ലോ. കണ്ടാൽ പിടിച്ചു വെക്കാൻ പറയായിരുന്നു. ഒരു പൊതി എടുത്ത് വരാം, വേഗം. ആഷിഖിന്റെ റൂം തുറന്നു. അലമാര ലക്ഷ്യമിട്ടു. ഒരു കസേര. ആ കസേര എടുത്ത് കയറി. ആരാ? എന്താ അവിടെ? ബാത്റൂമിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് ചോദിച്ചു. ഞാനാ. ആര്? മോഷ്ടിക്കാണോ? മോഷ്ടിക്കാനോ? ഞാൻ തല പുറത്തേക്ക് ഇട്ടു. അത് നമ്മുടെ പരട്ട സാറ്. സോറി റിയ, ഞാൻ നിന്നെ കണ്ടില്ലായിരുന്നു. നീ എന്താണ് ചെയ്തത്? നിങ്ങൾക്കപ്പോൾ സോറി പറയാനൊക്കെ അറിയാം. ആവശ്യത്തിന് സോറി പറയും. നീ എന്താണ് ചെയ്യുന്നത്? ഞാനിവിടെ ചെടി നടുകയായിരുന്നു. എന്തേ, കൂടണോ? നിന്റെ തർക്കുത്തരം കൂടുന്നില്ല കേട്ടോ. നീ ക്ലാസ്സിലേക്ക് വാ. അയ്യോ, വരാമേ. ഇതെവിടെ വെച്ചു? ഞാൻ കുറെ നോക്കി, അവിടെയൊന്നുമില്ല. ഇതെവിടെ? കട്ടിലും ചോട്ടിലും നോക്കി. ഇതെവിടെ? എന്താ നോക്കുന്നത്? നിങ്ങൾ പോയില്ലേ? നിന്നെ കണ്ടുക്കുവാണല്ലോ ഞാൻ. അയാൾ ദേഷ്യത്തോടെ ഇറങ്ങാൻ നോക്കി. റിയ, ഡോർ ആരോ അടച്ചേക്കുവാണല്ലോ. എവിടെ? ഞാൻ ഡോറ് തുറക്കാൻ നോക്കി. പക്ഷെ ലോക്കാണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.